നമ്മുടെ കൂടെ ആദർശ് ബ്രോ ഉണ്ട്. ആളെപ്പം നോക്കിയാലും ആൾ കൂടെ ഉണ്ടാവും. ഏതെങ്കിലും കുട്ടികൾ സംശയവും കാര്യമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളൊന്ന് ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ആദർശ് ബ്രോ എന്നിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് നിൽക്കാം. ഓക്കെ, സൈലത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ഫാക്കൽറ്റീസിനെ നമ്മൾ കാണാറുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ ചിരപരിചിതൻ, വിദ്യാർത്ഥികളുടെ ഒരു ഹീറോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആദർശ്. ഞാൻ കുറേ സമയമായിട്ട് ആദർശിനെ ഇങ്ങനെ ഒന്ന് കിട്ടാൻ ശ്രമിക്കും, പക്ഷേ കുട്ടികളുടെ കൂടെ തന്നെയാണ്. ആദർശ് എന്നിട്ട് വിശേഷം എങ്ങനെ ഇവിടെ വന്നപ്പോൾ സുപ്രാത്തിൻ്റെ ഒരു കരിയർ ക്ലിനിക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇതൊരു മികച്ച പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചാണെങ്കിൽ +2 കഴിയുമ്പോൾ അല്ലെങ്കിൽ SLC കഴിയുമ്പോൾ എന്ത് എടുക്കണം, അത് എങ്ങനെ അതിലേക്ക് പോകണം. കാരണം പലപ്പോഴും കുട്ടികൾ ശീലിച്ച് വന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ തന്നെയുള്ളൊരു കൺവെൻഷണൽ ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമിൽ നാട്ടിൽ തന്നെ ഏറ്റവും അടുത്തുള്ളൊരു കോളേജ് പഠിക്കാം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കുട്ടികൾ ചിന്തിക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ വിവിധ കോഴ്സുകൾ എവിടെയൊക്കെയാണുള്ളത്, വിവിധ ക്യാമ്പസുകൾ നൽകുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എക്സ്പേർട്ടുകൾ അണിനിരക്കുന്ന ഒരു സെഷനുകളാണെങ്കിലും ഒക്കെ ആയിട്ട് വളരെ സമ്പന്നമായിട്ടുള്ളൊരു പരിപാടിയാണ് സംസ്ഥ ഇവിടെ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊരു എക്സ്പോ ആയിട്ടാണ്, അപ്പോൾ ഒരുപാട് പേര് വരും. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇപ്പോൾ നമ്മൾ ഒരു റീല് കാണുകയാണെങ്കിൽ പോലും 10 സെക്കൻഡുള്ള റീലുകളിലേക്ക് നമ്മുടെ ടൈം ആളുകളുടെ ചുരുങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞ പരിപാടികളൊന്നുമില്ല. ആളുകൾക്ക് നേരെ ക്ലിനിക്കുകളിലേക്ക് ചെല്ലാൻ ഒരു ഡോക്ടറെ കാണുന്ന പോലെ കോപ്പി ഷീട്ടുമായിട്ട് പോകാമെന്ന രീതിയിലാണ്. അതൊരു പുതിയൊരു പരീക്ഷണമാണ് ഞങ്ങൾ. അത് കുട്ടികൾക്ക് കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ട് അവരുടെ സംശയം, അത് ഒരു ഓഡിയൻസിനകത്ത് നിന്ന് ക്ലാസ് കേൾക്കുമ്പോൾ അവർക്ക് ചോദിക്കേണ്ട ഒരു പെർട്ടിക്കുലർ ഡൗട്ടിനെ ചിലപ്പോൾ ഈ സംസാരിക്കുന്ന സ്പീക്കർ അഡ്രസ്സ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അവർക്ക് എന്താണോ സംശയം അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അറിവുള്ള ആളുകളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്നത്. അതിന് സുപ്രഭാതത്തിനെ അഭിനന്ദിക്കുകയാണ്. ഇപ്പം പുതിയ കാലത്തെ ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊക്കെ വ്യത്യസ്തമായതിന് തേടി പോകുന്നു. പെട്ടെന്ന് ജോബിലേക്ക് കയറണമെന്നാഗ്രഹം, ഹൈ സാലറി, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഏത് മേഖലയാണ് ഒരുപാട് മേഖലകളുണ്ടാകാം, അവരെങ്ങനെ ഇത് തിരഞ്ഞെടുക്കണമെന്നാണ് നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാവുന്നത്? അതായത് ട്രെൻഡിന് പുറകെ പോവാതെ നമ്മളുടെ താല്പര്യം എന്താണോ അത് മനസ്സിലാക്കുക ആദ്യം. ആ താല്പര്യമനുസരിച്ചോടെ ഇണങ്ങിയ കോഴ്സ് തിരഞ്ഞെടുക്കുക. കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് പോലെ തന്നെ ആ കോഴ്സ് എവിടെ പഠിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരേ കോഴ്സ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളൊരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലും പഠിക്കാം. അതേസമയം അതേ കോഴ്സ് നമുക്ക് IIT പോലുള്ള NIT പോലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിക്കാം. പക്ഷേ നമ്മൾ ഇതേ കോഴ്സ് ഒരു സ്വകാര്യ കോളേജ് പഠിച്ചിറങ്ങുന്ന സമയത്ത് കിട്ടുന്നൊരു ജോബ് എക്സ്പോഷർ അല്ല നമ്മളെ സംബന്ധിച്ച് ഒരു മികച്ച ക്യാമ്പസ് പഠിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് നമ്മൾ ആരുടെ കൂടെ പഠിക്കുന്നു എന്നുള്ളത് കൂടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ചൊരു ക്യാമ്പസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു വിഷനോടുകൂടി കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എത്തിയ ഒരാളുടെ കൂടെയാണ് നമ്മൾ ഇരുന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗോളുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മളുടെ ഗോളും നെക്സ്റ്റ് ലെവലിലേക്ക് മാറുകയും നമുക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ടാവുകയും നമ്മൾ കുറേ കൂടെ വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളുമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും നമ്മൾ ജീവിതത്തിൽ കുറച്ചുകൂടെ മുന്നോട്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഏറ്റവും മികച്ച ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അടുത്തുള്ളൊരു കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പോഷറാണ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പം ആദർശം മാത്സിലാണ് അഗ്രഗണ്യൻ. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മാത്സ് ഒരു പേടി സ്വപ്നമുള്ളൊരു ഭീകര വിഷയമാണ്. താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ് എല്ലാ വിഷയവും കാണുന്ന പോലെ തന്നെ മാത്സിനെയൊക്കെ കാണാൻ തുടങ്ങിയ പുതിയ ടെക്നിക്കുകളൊക്കെ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. എങ്ങനെ ആ ഒരു മാത്സ് ജീവിതത്തിലെ കുട്ടികളുടെ ഒരു അപ്രോച്ച് എന്താണ്? അതായത് നമ്മളുടെ ഒരു സൊസൈറ്റി ആണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് പരസ്യങ്ങളാണെങ്കിൽ പോലും ഇതിനൊരു ഭീകര സാധനമായിട്ടാണ് പണ്ട് മുതലേ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം എന്നൊക്കെ പറയും. അല്ല, മാത്സ് ഇപ്പോൾ ഞാൻ മാത്സ് പഠിക്കാമെന്ന് ഞാൻ ഡിഗ്രി പഠനകാലത്തൊക്കെ പറയുമ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചു, നീ ബുദ്ധിജീവിയാണല്ലേ. അതായത് ക്ലാസ്സിലെ ബുദ്ധിജീവിക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ് മാത്സിലെ ഫോർമുലകളൊക്കെ പഠിച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി ഇതിനെ കാണുന്നത്. പക്ഷേ ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് മാത്സ് എന്നുള്ളത് കുട്ടികൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും കുട്ടികളൊരു റോട്ട് ലേണിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രയാസമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം. അതായത് കുട്ടി ജസ്റ്റ് ഫോർമുല ബൈഹാർട്ട് പഠിക്കുന്നതിനപ്പുറത്ത് കോൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും പോകുന്നുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരിപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് കൈൻഡ് ഓഫ് തിങ്ങിനാണ് വേണ്ടിയിട്ടാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു സംശയമാണെങ്കിലും ജെമിനിയോട് ചോദിച്ചാൽ സ്പോട്ടിൽ ഉത്തരം കിട്ടും. മാത്സിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് ഫോട്ടോ എടുത്തിട്ട് AI കൊടുത്തു കഴിഞ്ഞാൽ AI സ്റ്റെപ്പ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇത് കിട്ടും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇവർ സ്വയം അന്വേഷിക്കുക എന്നുള്ളൊരു കാര്യം നടക്കുന്നില്ല. അത് നടക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ആ രീതിയിൽ വർക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. അതിൻ്റേതായിട്ടുള്ള പ്രയാസം പ്രാക്ടീസിലേക്ക് കുട്ടികൾ കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള
നമ്മുടെ സിലബസിന് കുറേ പോരായ്മകളുണ്ട്. ആ പോരായ്മകളാണ് ജെയിൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് റാങ്കുകളിൽ മലയാളികൾ എത്തുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം കുട്ടികളാണ് IIT-യിലേക്കും അതുപോലെ തന്നെ എയിംസിലേക്കും ഒക്കെ എത്തുന്നത്. അത്തരം വലിയ മത്സര പരീക്ഷകളിൽ മലയാളികൾ പിന്നോട്ട് പോകാനുള്ള കാരണം ഒരു പരിധി വരെ നമ്മുടെ സിലബസിലും അതുപോലെ തന്നെ നമ്മുടെ പഠന രീതികളിലുള്ള പോരായ്മകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും സുപ്രാത്തിൻ്റെ ഒരു കരിയർ ക്ലിനിക്കിൻ്റെ യാത്രയിലേക്ക് സൈലം ഉണ്ട്, മുൻപ് നമ്മുടെ കൂടെയുണ്ട്. സുപ്രാതം സൈലം എങ്ങനെ, സൈലത്തിലൊരു പാർട്ടിസിപ്പേഷൻസിനൊക്കെ എങ്ങനെ കാണുന്നു? അപ്പോൾ സൈലത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഏതൊരു സാധാരണക്കാരനും ഏറ്റവും ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷനോടുകൂടി നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് സുപ്രഭാതം എന്ന് പറയുന്നത്. ഇപ്പോൾ സുപ്രഭാതത്തെ സംബന്ധിച്ച് സുപ്രഭാതത്തിൻ്റെ വരിക്കാരായിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരിലേക്ക് സൈലം എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ആ കുട്ടികളിലേക്ക് കൂടെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.